ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് പൂക്കളെക്കുറിച്ചാണ്. പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? അതിൻ്റെ നിറങ്ങൾ, അതിൻ്റെ മണം, ഭയങ്കര മണമാണ് ചില പൂക്കളൊക്കെ. അപ്പോൾ നമുക്ക് ഓരോ പൂക്കളും നമുക്ക് നോക്കാം, അതിൻ്റെ നിറങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്തൊക്കെ വിശേഷങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ആദ്യത്തെ പൂവ് നോക്കിയേ, റോസ് അല്ലേ? റോസ് പൂ നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാണ് റോസ് പൂ. റോസ് പൂവിന് നല്ല മണമാണ്. ചിലവർ തലയിൽ ചൂടിയിട്ട് കൂടെ പോകുന്നുണ്ട് റോസ് പൂ. റോസ് പൂവിന് എന്തൊക്കെ നിറങ്ങളുണ്ട്? വെള്ളമുണ്ട്, മഞ്ഞ ഉണ്ട്, പച്ച കളറുണ്ട് ചില സമയത്ത്, അല്ലെങ്കിൽ ചുവപ്പും റോസ് കളറാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ റോസ് പൂ എന്ന് പേരിട്ടിരിക്കുന്നത്. അടുത്തെന്താ നോക്കിയേ, അടുത്തത് മുല്ല അല്ലേ? മുല്ലപ്പൂവ് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? മുല്ലപ്പൂ എല്ലാവർക്കും ഇഷ്ടമാണ്. കൂടുതലും മഴക്കാലത്താണ് നമ്മളെ നാട്ടിൽ മുല്ലപ്പൂ വളരുന്നത് അല്ലേ? മുല്ല വളർന്ന സ്ഥലം ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നാൽ മതി ആ മുല്ലയുടെ മണം അടിക്കാൻ, അത്രയും മണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ഒരുപാട് പേര് മുല്ലപ്പൂ ചൂടിയിട്ടാണ് പോകാറ്. കല്യാണത്തിനൊക്കെ നമ്മൾ മുല്ലപ്പൂ ഉപയോഗിക്കും അല്ലേ? ഓർമ്മ ഉണ്ടാ? ശരി, അടുത്തത് നോക്കാലോ. അടുത്തത് ജമന്തിപ്പൂ. ജമന്തിപ്പൂ എന്ന് പറയുന്നത് നല്ല കണ്ട ഓറഞ്ച് കളറ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏകദേശം സൂര്യകാന്തി പൂ പോലെ എന്ന് പറയാം. അങ്ങനെ ജമന്തിപ്പൂ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. നമ്മൾ അലങ്കാരത്തിനായിട്ട് ഈ പൂ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് നോക്കാലോ. അടുത്തത് സൂര്യകാന്തിപ്പൂ. സൂര്യകാന്തിപ്പൂ മഞ്ഞ കളറ്. അതിനെന്താ അങ്ങനെ ഒരു പേര് വന്നെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ശരി, അത് സൂര്യനെ നോക്കിയിട്ടാണ് നിൽക്കുന്നത് പോലെ ഉണ്ടാകുക. ആ സൂര്യകാന്തിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പാടം മുഴുവനും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സൂര്യകാന്തി പൂവിൻ്റെ ഓയിൽ, ഈ സൺഫ്ലവർ ഓയിൽ എന്നൊക്കെ പറയുന്നില്ലേ, അത് ഈ സൂര്യകാന്തി പൂവിനെ കൊണ്ടുണ്ടാക്കിയതാണ്. ഇംഗ്ലീഷിൽ അതിന് സൺഫ്ലവർ എന്നാണ് പറയുന്നത്. ശരി, അടുത്തത് നോക്കാം. ഇതെല്ലാവർക്കും അറിയുന്ന പൂവാണെന്ന് എനിക്കറിയാം, എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ഇതിന് വേറൊരു പേരുണ്ട്. നമ്മളെ ദേശീയ പൂവ് എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. അതെ, താമര അല്ലേ? താമര എവിടെയാണ് കാണപ്പെടുക? എപ്പോഴും കുളങ്ങളിൽ മാത്രമേ താമര കാണപ്പെടൂ. താമര എടുക്കാൻ കഷ്ടമാണ്, കാരണം കുളത്തിൻ്റെ നടുവിലാണ് താമര വളരുക. അതിൽ തന്നെ ഒരുപാട് നിറങ്ങളുണ്ട്. വെള്ളമുണ്ട്, ലൈറ്റ് റോസ് ഉണ്ട് അല്ലേ? ഇളം റോസ് കളറിലും താമര കാണപ്പെടാം. അടുത്തതായി നമ്മൾ നോക്കുന്നത് ചെമ്പരത്തി. ചെമ്പരത്തിപ്പൂ എല്ലാവർക്കും അറിയാം, വീട്ടിന് മുമ്പിൽ തന്നെ കാണാം ചെമ്പരത്തി. അത് തന്നെ ചെമ്പരത്തി ചുവപ്പുണ്ട്, വെള്ളയുണ്ട്. ചെമ്പരത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞത്, നിങ്ങൾ വീട്ടിൽ എപ്പോഴും താളി ഉണ്ടാക്കുന്നുണ്ടാവില്ലേ? ചെമ്പരത്തിൻ്റെ ഇലയും ചെമ്പരത്തിയൊക്കെ വെള്ളത്തിലിട്ട് നല്ലോണം ഉരച്ച് മുടിയിൽ നല്ലോണം തേച്ച് കഴിഞ്ഞാൽ മുടി അത്രയും നല്ലോണം വളരും. അതാണ് ചെമ്പരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം അത് മുടിക്കും നല്ലതാണ് ചെമ്പരത്തി. ചിലവർ ചെമ്പരത്തി കൊണ്ട് എണ്ണ കാച്ചും. ആ എണ്ണ ആണ് തലയിൽ തേക്കുന്നത് അല്ലേ? അടുത്തത് നോക്കാലോ. അടുത്തത് കനകാംബരം. കനകാംബരം എന്ന് പറയുന്നത് ചെറിയ നല്ല മണം, കാണാനും ഭംഗിയുള്ള പൂക്കളാണ് കനകാംബരം. ഒട്ടുമിക്ക വീടുകളിലും കനകാംബരം കാണാം. ശരി കൂട്ടുകാരെ, ഇപ്പം നമ്മൾ ഒരുപാട് പൂക്കളെപ്പറ്റി കണ്ടിട്ടുണ്ട് അല്ലേ? ശരി കൂട്ടുകാരെ, ഇതുവരെയൊക്കെ ഞങ്ങൾ ഒരുപാട് പൂക്കളെപ്പറ്റി കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചെറിയ പരീക്ഷ വെക്കാൻ പോവാം. എല്ലാവരും ശ്രദ്ധിച്ചോ നോക്കണ്ടേ? അപ്പം ഞാൻ ഓരോ ഫോട്ടോ ഇവിടെ കാണിക്കും. ആ ഫോട്ടോ ഏത് പൂവാണെന്ന് പറയണം. ഓക്കെ? ഞാൻ ചെറിയ ക്ലൂ നിങ്ങൾക്ക് തരാം. ശരി, ആദ്യത്തെ ചോദ്യം, ഇതേതാ പൂ ഒന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു വെള്ളത്തിൽ മാത്രമേ ഇത് കാണപ്പെടുള്ളൂ. ഞങ്ങളെ ദേശീയ പൂവ് എന്ന് പറയുന്നത് അതെ, താമര അല്ലേ? ശരി, അടുത്തത് നോക്കിയേ. ഇത് ഞാൻ പറഞ്ഞു എല്ലാവർക്കും തലയിൽ ചൂടാൻ ഇഷ്ടമുള്ള പൂവാണ്, നല്ല മണമുള്ളതാണ്. മഴക്കാലത്താണ് കൂടുതൽ ഞങ്ങളെ നാട്ടിൽ ഇത് കാണപ്പെടുന്നത്. ഓക്കെ, അത് മുല്ല അല്ലേ? മുല്ല. അടുത്തത് എന്താ നോക്കിയേ, ഒരുപാട് നിറങ്ങളിൽ കാണപ്പെടുന്നൊരു പൂവാണിതെന്ന് പറഞ്ഞിട്ടുണ്ട്. റോസ്
അതെ, റോസ് എല്ലാവർക്കും ചൂടാനും ഇഷ്ടമാണ് അല്ലേ? ശരി, അടുത്തത് എന്താ നോക്കിയേ. ഞാൻ പറഞ്ഞു ഇതിനെ കൊണ്ടാണ് ഓയിൽ ഉണ്ടാക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. എന്താ അത്? സൂര്യകാന്തി പൂവ്. ഓക്കെ, ശരി. ഇനി അടുത്തത്. ഇത് ഞാൻ പറഞ്ഞു അലങ്കാരത്തിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ജമന്തി അല്ലേ? ജമന്തി പൂ. അടുത്തത് നോക്കിയേ. അതുപോലെ ചെറിയ ചെറുത് നല്ല ഇളം റോസ് കളറിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. എന്താ അത്? ആലോചിക്കേ. കനകാംബരം അല്ലേ? ഇതേതാ പൂന്നൊന്ന് പറഞ്ഞേ. പറഞ്ഞു ഞാൻ, തലയിൽ തേക്കാനും ചിലവർ എണ്ണ കാച്ചുന്നത് ഈ പൂവിട്ടിട്ടാണ്. അതെ, ചെമ്പരത്തി അല്ലേ? ശരി കൂട്ടുകാരെ, എല്ലാവരും നന്നായി ശ്രദ്ധിച്ചു. എല്ലാവരും എല്ലാ ചോദ്യത്തിനും ശരി ഉത്തരമാണ് നൽകിയത്.